വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിഷ് ബേബീൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ആക്ച്വലി ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. നവംബർ 17-നായിരുന്നു അവൻ്റെ ബർത്ത്ഡേ വന്നിട്ട്. പക്ഷേങ്കിൽ എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് ആണ് ഇത്രയും ലേറ്റ് ആയത്. പിന്നെ ഇത് ഞാൻ ഉച്ചയ്ക്ക് മുതലാണ് വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഉച്ചയ്ക്ക് നിവിയേട്ടൻ ഇവിടെ ഫുഡ് കഴിക്കാൻ വരാറുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പായസം വെക്കേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരണേന്ന്. അപ്പോൾ ഇന്നൊരു പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ കുറച്ച് തിരക്കായതുകൊണ്ടാണ് രാവിലെ മുതലേ ഉള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് നിവേട്ടം വന്നപ്പോഴത്തേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി ഫുഡ് കഴിച്ചു. ഇന്ന് ഞാൻ വെള്ളരിക്കറിയായിരുന്നു തോന്നുന്നു. വെള്ളരിക്കറിയും പിന്നെ അച്ചാറുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന്. ആ അച്ചാറിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ വേറെ തന്നെ ഇടാം കേട്ടോ. നല്ല അടിപൊളി അച്ചാറാണ്. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലാണെങ്കിൽ അമ്മ ഇപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുമായിരുന്നു. നേരത്തെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു എന്താ അവൻ ഉണ്ടാക്കി കൊടുത്തതെന്ന്. അപ്പം ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് കുറച്ച് ചീത്തയൊക്കെ കേട്ടു. അവൻ്റെ ബർത്ത്ഡേ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അവന് ഇഷ്ടപ്പെട്ടെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവനൊരു പനീർ റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് കേട്ടോ. ശരിക്കും സദ്യ ഒക്കെയാണ് അവൻ ഇന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പിന്നെ അവനെ വെച്ചിട്ട് എനിക്ക് ഒറ്റയ്ക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഒതുക്കുന്നത്. പിന്നെ പനീർ കൃഷുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതിൻ്റെ റൈസ് തന്നെ ആയിക്കോട്ടെ എന്ന്. അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടാണ്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ അധികം സ്പൈസി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മുളക് പൊടിയൊന്നും ആഡ് ചെയ്യാഞ്ഞത്. ഇത്രയും ഇട്ടിട്ട് പിന്നെ ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വരുന്നവരെ അടച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ ക്രിഷ് ബേബിക്ക് ഇന്ന് 2 വയസ്സായി. അവൻ 2 വയസ്സായി എന്നൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എത്ര പെട്ടെന്ന് ഇന്നലെ ഉണ്ടായതുപോലെ ഉണ്ട്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ കൃഷ്ണന് 2 വയസ്സായി എന്നുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഇന്ന് അവൻ്റെ ബർത്ത് ഡേറ്റാണ്. അതായത് നവംബർ 17. അപ്പം ഇന്ന് നമ്മൾ കാര്യമായിട്ട് അങ്ങനെ ആഘോഷിക്കുന്നൊന്നുമില്ല. കാരണം ഇന്ന് നിവേട്ടന് വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിളിക്കണം, നിവേട്ടൻ്റെ 2 ഫ്രണ്ട്സ്, 2 ഫാമിലി അവരെ വിളിക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾക്ക് എന്തോ വർക്ക് സംബന്ധമായിട്ടുള്ള കുറച്ച് തിരക്കിലാണ്. അതുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് കൃഷുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് വീക്കാണ് അവൻ്റെ ഫുള്ള് തെറ്റാണല്ലോ. നെക്സ്റ്റ് വീക്കാണ് അവൻ്റെ ബർത്ത് സ്റ്റാർ വരുന്നത്, അതായത് നക്ഷത്രം. അപ്പോൾ അന്ന് ആഘോഷിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തിൽ വൈകുന്നേരം നിവേട്ടം വന്നിട്ട് അമ്പലത്തിൽ പോകാനാണ് വിചാരിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ഇതെന്തായാലും നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇത് കറക്റ്റ് സമയത്താട്ടോ ഞാൻ നോക്കിയത്, അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ കഴിഞ്ഞു പോയിട്ടുണ്ടാവുമായിരുന്നു. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പനീറാണ് ഇത്. അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പനീർ. അപ്പം ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ പനീറൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, വളരെ കുറച്ച്. അതൊന്ന് ഈ പനീർ വേവാൻ വേഗം കഴിയും, പിന്നെ അധികം ഡ്രൈ ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് കുക്കാവുന്നവരെ നമുക്ക് അതൊന്ന് അടച്ച് വെക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹലോ, അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇതാ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഏകദേശം റെഡി ആവാനായിട്ട് ഇനി ചോറ് കൂടെ ഇട്ട് കൊടുത്താൽ മതി അല്ലേ? എനിക്ക് ഷൂട്ടിൻ്റെ ഹാപ്പി ടു യു അങ്ങനെ പറഞ്ഞോടുക്ക്. ഇന്നെൻ്റെ ഹാപ്പി ടു യു എന്ന് പറഞ്ഞോളൂ. ഹാപ്പി ടു യു, ഹാപ്പി ടു യു ആണെന്ന് പറഞ്ഞോടുക്ക്. ഹാപ്പി ടു യു എന്ന് പറഞ്ഞോടുക്ക്. ആ ഹാപ്പി ടു യു. അമ്മ ചോറ് തരട്ടെ, ഇവിടെ നമുക്ക് പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്കന്നെ ഇതിന് കുറച്ച് വേവ് മാത്രം മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് മല്ലി ഇലയൊക്കെ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണേ, അത് ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങ് കഴിച്ചോളും ചോറ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാറുണ്ട്. പിന്നെ ടൊമാറ്റോ റൈസ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ കൃഷുവിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടെയൊക്കെ എടുത്ത് വെച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഈച്ചേനെ കൊല്ലുകയാണ് കേട്ടോ. എങ്ങനെയോ ഡോറ് തുറന്നപ്പോൾ ഒന്ന് അകത്ത് കുടുങ്ങിപ്പോയതാണ്. അതിൻ്റെ സമയദോഷം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അതിനെ എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ തീർത്തിരിക്കും. അതുകൊണ്ട് അതിനടിച്ച് കൊന്ന് അതുകൊണ്ടൊരു സമാധാനം. ഇല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും, അയ്യോ അതിവിടെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരും. എനിക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അതിനെ ശരിയാക്കി എടുത്തു. ഞാൻ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടതായിരുന്നു. ഇനി നമുക്ക് കുറച്ച് പായസം ഉണ്ടാക്കാൻ കഴിക്കുന്നു. ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിലും കൃഷുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ഒന്ന് അവൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പം കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കാം. അപ്പം നമുക്ക് പായസം ഉണ്ടാക്കേണ്ട പരിപാടിയിലേക്ക് പോകാം. അപ്പം ഞാനിതാ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രമൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഞങ്ങൾക്ക് രണ്ടാക്കും തന്നെ വലിയ മധുരത്തോട് പ്രിയമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വേണ്ട കുറച്ച് മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. ജസ്റ്റ് അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അന്നത്തെ ദിവസം കുറച്ചുണ്ടാക്കുന്നു, അതിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൃഷു അവിടുന്ന് കളിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പായസം ഞാനിതാ വേഗം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ അതും ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. എനിക്കറിയാം നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോൾ ഒത്തിരി ഡിലേ ആവുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനൊക്കെ എനിക്ക് കുറച്ച് സമയം എടുത്തു. അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാനൊന്നും ഇപ്പം കാര്യമായിട്ടുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്കിപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എന്താണ് എനിക്ക് സമയമില്ലാത്തതിൻ്റെ റീസൺ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നടന്നിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് എത്തി. അമ്പലത്തിൽ പോയതിൻ്റെ വീഡിയോ ഒക്കെ അതും ഞാനൊരു ഷോർട്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഞാൻ നമ്മുടെ കൃഷ് ബേബിക്കുള്ള ഗിഫ്റ്റ് എടുത്തിട്ട് കൊടുത്തു. ഇത് നാട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ടതാണ്. ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കൃഷുവിൻ്റെ ദേദേൻ്റെ വകയുള്ളതാണ് കേട്ടോ. ഇത് ശരിക്കും അവൾ
പൈസ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിവിയേട്ടൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെ അധികം ടോയ്സ് വാങ്ങിയിട്ടിട്ട് അവൻ ഒരു 5 മിനിറ്റ് കളിച്ച് അതവിടെ ഇട്ടേക്കും, അവൾ എന്തെങ്കിലും സൈക്കിൾ വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പൈസ ഇട്ട് തന്നത്. അപ്പോൾ അത് വേസ്റ്റ് ആവില്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് അവൻ്റെ പേരിൽ എന്താ പറയുക, ഒരു അക്കൗണ്ട് എടുത്തിട്ട് അതിൽ ഒരു സേവിങ്സ് ആക്കിയിട്ട് അവൻ്റെ പേരിൽ ഇട്ട് കൊടുക്കാമെന്ന് അങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ അവൾ ഇട്ട് തന്നുകൊണ്ട് അവന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ടോയ് ഞങ്ങൾ വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുള്ള കളിയാണ് ഇപ്പം ആൾക്ക്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്തോ നോക്ക് ബോളോ അങ്ങനെ എന്തോ ആണ് ഇതിന് പേര് കണ്ടത്. അപ്പോൾ ഇതാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതും കൊണ്ടിങ്ങനെ കളിച്ചോളും ഇപ്പോൾ. അതേപോലെ തന്നെ നമ്മുടെ കൃഷുവിൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ അവൻ്റെ ബർത്ത് സ്റ്റാറിൻ്റെ അന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചെറിയൊരു ടൈം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും കൂടി. അപ്പോൾ ഞാൻ വേഗം തന്നെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.